ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു വണ്ടി വാങ്ങിച്ചിട്ട് ഒരാൾക്ക് പൈസ ആണെങ്കിലും ഫ്രീ ആണെങ്കിലും കൊടുക്കാൻ പാടില്ല എന്ന നിയമം. ഒരാളുടെ വാഹനം വേറൊരാളുടെ കയ്യിൽ കണ്ടാൽ ഇറ്റ് വിൽ ബി അസ്യൂംഡ് ദാറ്റ് ഇറ്റ് ഈസ് ഫോർ സം ഫൈനാൻഷ്യൽ ഗെയിൻ. ആ രീതിയിൽ തന്നെ നമ്മുടെ ഒരു നടപടി ഉണ്ടാവും. എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ ഇതാ ഒരു പുതിയ നിയമം വന്നിരിക്കുന്നു എന്നാണ് MVD പറയുന്നത്. അത് ഇനി ഓൾറെഡി ഉണ്ടായിരുന്ന നിയമമാണോ എന്ന് അറിയത്തില്ല. ഇനി ഒരു RC ഓണറിൻ്റെ വണ്ടി വേറൊരു വ്യക്തിക്ക് ഉപയോഗിക്കാനായിട്ട് പാടില്ല, അത് നിയമമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ രസകരമായൊരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്നത് വണ്ടിയുടെ മേലെയാണ് ഇൻഷുറൻസ്. അതായത് മറ്റ് രാജ്യങ്ങളിലൊക്കെ വണ്ടിയുടെ മേലെ ഇൻഷുറൻസ് ഇടുന്നതിന് പകരം ഓരോ വ്യക്തിയുടെ മേലെയാണ് ഇൻഷുറൻസ് ഇടുന്നത്. ഇപ്പോൾ ഞാനൊക്കെ ഇൻഷുറൻസ് പേ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ മാസവും എൻ്റെ പേരിലാണ് എനിക്ക് വേണ്ടിയുള്ള, എൻ്റെ വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് പേ ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ 2 വണ്ടി ഉണ്ടെങ്കിൽ, ഒന്നിപ്പോൾ ഒരു ഹസ്ബൻഡിൻ്റെ പേരിലാണെങ്കിൽ രണ്ടാമത്തെ വണ്ടി ഭാര്യയുടെ പേരിലായിരിക്കും. അങ്ങനെ ഒരു പ്രൈമറി ഡ്രൈവർ ഉണ്ടായിരിക്കും, ഒരു സെക്കൻഡറി ഡ്രൈവർ ഉണ്ടായിരിക്കും. ഇനി കുട്ടികളെ നമുക്ക് അതിലേക്ക് ചേർക്കണമെങ്കിൽ അവരെയും ചേർക്കാം. അതിനുവേണ്ടി എക്സ്ട്രാ ഇൻഷുറൻസ് നമ്മൾ പേ ചെയ്യണം. ഇവിടെ കാനഡയിൽ എങ്ങനെയാണ് ഈ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ വർക്കാവുന്നതെന്നാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ആ പ്രശ്നത്തെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള ചിന്ത ആരംഭിക്കുന്നത് തന്നെ. എന്നാൽ അങ്ങനെയല്ല സംഭവിക്കേണ്ടത്. കാരണം ഷവർമ തിന്ന് കുറേ ആളുകൾ മരിക്കുമ്പോഴാണ് ഇനി മുതൽ ഷവർമ ബാൻ ചെയ്യണം എന്ന ചിന്തയിലേക്ക് എത്തുന്നത്. പക്ഷെ അതെങ്ങനെ സംഭവിക്കാതിരിക്കണം എന്ന രീതിയിലുള്ള ഒരു നിയമനിർവഹണം നമ്മുടെ നാട്ടിലിപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അതിൻ്റെ സൊല്യൂഷൻ എന്നോണം പുതിയ പുതിയ നിയമങ്ങൾ വരികയാണ് ചെയ്യുന്നത്. എന്നാൽ അത് നല്ല ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. പകരം ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു സിസ്റ്റം ആദ്യമേ തന്നെ ഫോം ചെയ്തെടുക്കേണ്ട അത്യാവശ്യകത ഉണ്ട്. ഇവിടെ ഒരു വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇൻഷുറൻസിനെ നമ്മൾ കോൾ ചെയ്യും. എന്നിട്ട് നിങ്ങൾ ഏത് ഡ്രൈവറാണോ, എക്സ്പീരിയൻസ്ഡ് ആണോ അതോ ന്യൂ ഡ്രൈവറാണോ, നിങ്ങൾക്ക് G ആണോ G2 ആണോ അല്ലെങ്കിൽ G1 ലൈസൻസ് ആണോ ഉള്ളത് എന്നത് വെച്ചിട്ട് അവർ ഒരു കൃത്യമായിട്ടുള്ള കോട്ട്, പ്രത്യേകിച്ചും ഏത് സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത് എന്നെല്ലാം നോക്കിയിട്ട് നമുക്കൊരു കോട്ട്, ഇൻഷുറൻസ് കോട്ട് അവർ നൽകും. ചില സ്ഥലങ്ങളിൽ വളരെ അധികം ഇൻഷുറൻസ് നമ്മൾ നൽകേണ്ടി വരും. ഇപ്പോൾ ബ്രാംപ്റ്റൺ പോലെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ കാർ ഓടിക്കുന്നതെങ്കിൽ ആ ഒരു പ്രദേശത്തിൻ്റെ ഇൻഷുറൻസ് തന്നെ വളരെ ഹൈ ആണ്. ഹൈ ആവാനുള്ള പ്രധാന കാരണം ആക്സിഡൻറ്റ്സ് ഒരുപാട് സംഭവിക്കുന്നത് തന്നെയാണ്. അപ്പോൾ പ്രദേശത്തെ ആ ഒരു വാല്യൂ, കാര്യങ്ങൾ എല്ലാം നോക്കിയിട്ടാണ് നമുക്ക് കോട്ട് ലഭിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു പുതിയ വണ്ടി എടുത്താൽ ഇൻഷുറൻസിനെ